കാർഷിക വാർത്തകൾ. ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകൾ രൂക്ഷമായ വിലത്തകർച്ചയിൽ. ടയർ വ്യവസായികൾ മുഖ്യ ഉൽപ്പാദന രാജ്യങ്ങളിൽ നിന്നും പിൻവലിഞ്ഞു. റബ്ബർ കയറ്റുമതി രാജ്യമായ തായ്ലൻഡിലും മലേഷ്യയിലും വില തകർച്ച തുടരുകയാണ്. ജപ്പാനിലെ ഒസാക്ക എക്സ്ചേഞ്ചിൽ 3-ാം ദിവസവും റബ്ബർ വിലയിടിഞ്ഞു. ഇത് സിംഗപ്പൂർ, ചൈനീസ് വിപണികളെയും ഉലച്ചു. റബ്ബർ ഉൽപാദന രംഗത്ത് ഉണർവ് കണ്ടു തുടങ്ങിയെങ്കിലും റെഡി മാർക്കറ്റുകളിൽ വിൽപ്പന സമ്മർദ്ദമില്ല. ബാങ്കോക്കിൽ ക്വിന്റലിന് 250 രൂപയുടെ ഇടിവിൽ ഇന്ത്യൻ മാർക്കറ്റും ആടിയുലഞ്ഞു. 300 രൂപ താഴ്ന്ന് 22,000-ലാണ് ഇന്ന് 4ാം ഗ്രേഡിന്റെ ഇടപാടുകൾ നടന്നത്. കുരുമുളക് നീക്കത്തിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം തുടരുന്നതിനാൽ ചരക്ക് സംഭരണം പലയിടങ്ങളിലും പൂർത്തിയായില്ല. അന്തർ സംസ്ഥാന വാങ്ങലുകാർ ഉൽപാദന മേഖലകൾ കേന്ദ്രീകരിച്ച് കുരുമുളക് ശേഖരിക്കാൻ നീക്കം നടത്തിയെങ്കിലും ഗുണം കിട്ടിയില്ല. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ക്രിസ്തുമസ് ആവശ്യങ്ങൾക്കുള്ള ചരക്ക് സംഭരണം തുടരുന്നതിനാൽ രാജ്യാന്തര സുഗന്ധവ്യഞ്ജന വിപണിയിൽ അനുകൂല തരംഗം ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. നാളികേരോൽപ്പന്ന വിപണിയിൽ കാര്യമായ ചലനം ദൃശ്യമായില്ല. ഓണത്തിന് 10 നാൾ മാത്രം ബാക്കി നിൽക്കെ വെളിച്ചെണ്ണ വിപണി തിളച്ചു മറിയേണ്ട സന്ദർഭമാണ്. ഇത് കൊപ്രയുടെ മുന്നേറ്റത്തിനും തടസ്സമായി. കൊച്ചിയിൽ വെളിച്ചെണ്ണ 16,800-നും തമിഴ്നാട്ടിൽ 1,100 രൂപ കുറഞ്ഞ് 15,300 രൂപയുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനങ്ങളിലെ കാർഷിക അടിസ്ഥാന സൗകര്യങ്ങളുടെ മാപ്പിംഗ് കേന്ദ്രം ഏറ്റെടുക്കും. കാർഷിക മേഖലയിലെ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുന്നതിനായി അഗ്രിഷുർ ഫണ്ടും കാർഷിക നിക്ഷേപ പോർട്ടലിനും കേന്ദ്രം തുടക്കമിട്ടു. കാർഷിക മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് ധനസഹായം നൽകുന്നതിനായി നബാർഡിന്റെ 750 കോടി രൂപയുടെ കോർപ്പസ് ഉപയോഗിച്ചാണ് അഗ്രികൾച്ചർ ഇൻവെസ്റ്റ്മെന്റ് പോർട്ടലും അഗ്രിഷുവർ ഫണ്ടും സജ്ജമാക്കിയിരിക്കുന്നത്. കാർഷിക മേഖലയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് അഗ്രികൾച്ചർ ഇൻവെസ്റ്റ്മെന്റ് പോർട്ടലിൽ എല്ലാ വിവരങ്ങളും ഉണ്ടെന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രി അറിയിച്ചു. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന് കീഴിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യാനുസരണം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ വ്യക്തമാക്കി. AIF സ്കീമിന് കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ബാങ്കുകൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും അവാർഡ് നൽകുന്നതിനായി ഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ആവശ്യമുള്ളിടത്ത് ഗോഡൌണുകൾ സൃഷ്ടിക്കാമെന്നും എന്നാൽ കോൾഡ് സ്റ്റോറേജ്, പാർക്ക് ഹൗസുകൾ, ഗ്രേഡിംഗ് സൗകര്യങ്ങൾ എന്നിവയും മാപ്പിംഗിലൂടെ കണ്ടെത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉൾനാടൻ ജലാശയങ്ങളിൽ 1 കോടിയിലേറെ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചു. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പദ്ധതിയിലാണ് ഈ നേട്ടം. വരാൽ, കരിമീൻ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് കർഷകർ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. മികച്ച വില കിട്ടുന്ന ഇനങ്ങളാണ് രണ്ടും. ജലാശയങ്ങളുടെ ശോഷണം, മലിനീകരണം, ആവാസവ്യവസ്ഥയുടെ തകർച്ച എന്നിവ മൂലം മത്സ്യ ഉൽപാദനത്തിൽ ഗണ്യമായ ഇടിവുണ്ടായി. ഈ സാഹചര്യത്തിലാണ് കർഷകരുടെ സഹകരണത്തോടെ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനും പുഴകളിലും കായലുകളിലും നിക്ഷേപിക്കാനും ഫിഷറീസ് വകുപ്പ് തീരുമാനിച്ചത്. വിവിധ ജില്ലകളിലെ ജലാശയങ്ങളിൽ ഇവ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചത്. 25,94,000 കരിമീൻ കുഞ്ഞുങ്ങളെയും 2,58,000 വരാൽ കുഞ്ഞുങ്ങളെയുമാണ് ജില്ലയിൽ ഉൽപ്പാദിപ്പിച്ചത്. മത്സ്യകർഷകർക്ക് പരിശീലനത്തിനായി 4.75 കോടി രൂപയാണ് ചെലവിട്ടത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ മഹാരാഷ്ട്രയിൽ കനത്ത കൃഷിനാശം. 11.77 ലക്ഷം ഹെക്ടറിലെ കൃഷി നശിച്ചതായാണ് റിപ്പോർട്ടുകൾ. നന്ദേഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. 3 ലക്ഷം ഹെക്ടറിൽ വിളനാശം റിപ്പോർട്ട് ചെയ്തു. പർബാനിയിൽ 2.86 ലക്ഷം ഹെക്ടർ, ഹിങ്കോളിയിൽ 2.58 ലക്ഷം ഹെക്ടർ, ജൽനയിൽ 1.76 ലക്ഷം ഹെക്ടർ എന്നിങ്ങനെയാണ് നാശനഷ്ടം. വിളകൾക്ക് മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങൾക്കും കന്നുകാലികൾക്കും മഴ നാശനഷ്ടം വരുത്തി. വിളവെടുപ്പ് സീസണായതിനാൽ കർഷകർക്കുണ്ടായ നഷ്ടം ചെറുതല്ല. 883 ഗ്രാമങ്ങളെയാണ് മഴ ബാധിച്ചത്. 523 മൃഗങ്ങൾക്കും 10 മനുഷ്യർക്കും ജീവഹാനിയുണ്ടായി. സമഗ്രമായ വിളനാശ സർവേ നടത്തുമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 232, RSS 5 229, ലാറ്റക്സ്
138. ജാതിക്ക 270. ജാതി പത്രി 1400 മുതൽ 1650 വരെ. ഗ്രാമ്പു 940. അടയ്ക്ക 240. കാപ്പിക്കുരു 218. കൊക്കോ പരിപ്പ് 260. കുരുമുളക് ഗാർബിൾ 67,500. കുരുമുളക് അൺഗാർബിൾ 65,500. ഏലക്ക 2100 മുതൽ 2200 വരെ. വെളിച്ചെണ്ണ 16,800. കൊപ്ര 11,250. ചുക്ക് 37,000.